ഹലോ. ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ഓരോ പാൻ കാർഡ് ഉടമയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് മുഴുവനായും ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോ നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ പാൻ കാർഡ് 2026 ജാനുവരി 1 തീയതി മുതൽ വെറുമൊരു പ്ലാസ്റ്റിക് കഷ്ണമാകുമോ? ഇതൊരു വെറും ചോദ്യമല്ല. ഇതിന്റെ ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോ നിങ്ങൾ ഇതുവരെ പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 1000 രൂപ ഫൈൻ അടച്ചേ പറ്റൂ. അതെ, ആ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു സീരിയസ് വാർണിംഗ് ആണ്. ഈ ഡെഡ് ലൈൻ അത് തൊട്ടടുത്തെത്തി. ഇത് പുതിയൊരു നിയമമൊന്നുമല്ല കേട്ടോ. ഗവൺമെന്റ് ഒരുപാട് തവണ സമയം നീട്ടിത്തന്നു. പക്ഷെ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇത് മിസ്സാക്കിയാൽ പണി കിട്ടും, ഉറപ്പാണ്. അപ്പോ എന്താണ് ഈ പ്രവർത്തനരഹിതമായ പാൻ അല്ലെങ്കിൽ ഇൻഓപ്പറേറ്റീവ് പാൻ എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ജനുവരി 1 ശേഷം നിങ്ങളുടെ പാൻ കാർഡ് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ബാങ്കിൽ പൈസ ഇടാനോ ലോൺ എടുക്കാനോ ടാക്സ് ഫയൽ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അതൊരു വെറും ID കാർഡ് പോലുമല്ലാതായി മാറും. ഇത് ആർക്കൊക്കെയാണ് ബാധകം എന്നല്ലേ? 2025 ഒക്ടോബർ 1 മുൻപ് പാൻ കാർഡ് എടുത്ത എല്ലാവരും ഇത് ചെയ്തിരിക്കണം. അതിനുശേഷം എടുത്തവരാണെങ്കിൽ പേടിക്കണ്ട, കാരണം പുതിയ ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ ഇപ്പോൾ ലിങ്കിങ്ങും നടക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ശരിക്കും ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കായെന്ന്? ശരിയാണ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിന്റെ കോൺസിക്വൻസസ് അത് ചില്ലറയല്ല. ഒന്നാമതായി, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ബ്ലോക്കാവും. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് ITR, ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇനി വല്ല റീഫണ്ടും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുമെന്നും വിചാരിക്കേണ്ട. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ TDS, അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്നൊക്കെ പിടിക്കുന്ന ടാക്സ്, അത് കുത്തനെ കൂടും. TDSന്റെ കാര്യത്തിൽ വരുന്ന മാറ്റം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ പാൻ ലിങ്ക്ഡ് ആണെങ്കിൽ സാധാരണ ടാക്സ് റേറ്റിൽ, അതായത് ഒരു 5% അല്ലെങ്കിൽ 10% ഒക്കെയാണ് TDS പിടിക്കുക. പക്ഷേ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ? പിന്നെ ഒരു സംസാരവുമില്ല, നേരെ 20%, ഫ്ലാറ്റ് 20%. അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസയിൽ വലിയൊരു കുറവ് വരും. അയ്യോ, ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇതിനൊരു സൊല്യൂഷനുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് നമുക്കെന്നെ ചെയ്യാവുന്ന ഒന്നാണ്. എങ്ങോട്ടും പോവണ്ട, ഇരുന്ന് തന്നെ ഇത് ശരിയാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ പാൻ ഓൾറെഡി ലിങ്ക്ഡ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. ചിലപ്പോൾ ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും. അതിനായി ഇൻകം ടാക്സ് പോർട്ടലിന്റെ ഹോം പേജിൽ പോവുക. അവിടെ ക്വിക്ക് ലിങ്ക്സ് എന്നൊരു സെക്ഷൻ കാണാം. അതിൽ ലിങ്ക് ആധാർ സ്റ്റേറ്റസ് എന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും കൊടുത്ത് സ്റ്റാറ്റസ് നോക്കുക. അത്രയുള്ളൂ. ഇനി സ്റ്റാറ്റസ് നോക്കിയപ്പോൾ നോട്ട് ലിങ്ക്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിലോ, അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതായത് ആ 1000 രൂപയുടെ ഫൈൻ അടയ്ക്കണം. ഈ പേയ്മെന്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലിങ്കിംഗ് പ്രോസസ്സ് പൂർത്തിയാക്കാൻ പറ്റൂ. അത് മറക്കരുത്. ഓക്കെ, ഫൈൻ അടയ്ക്കാനായിട്ട് ഹോം പേജിലുള്ള ഇപേ ടാക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാൻ നമ്പറും ഫോൺ നമ്പറും കൊടുത്ത് OTP വെരിഫൈ ചെയ്യുക. അടുത്ത പേജിൽ ഇൻകം ടാക്സ് എന്നത് സെലക്ട് ചെയ്യണം. എന്നിട്ട് അസസ്മെന്റ് ഇയർ ആയിട്ട് 2025-26 എന്നും ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആയിട്ട് അതർ റിസീറ്റ്സ് 500 എന്നും തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് നെറ്റ് ബാങ്കിങ്ങോ കാർഡോ UPIയോ ഉപയോഗിച്ച് 1000 രൂപ അടയ്ക്കാം. പേയ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ ലിങ്ക് ചെയ്യാൻ നോക്കരുത്. 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം, കാരണം സിസ്റ്റത്തിൽ അതൊന്ന് അപ്ഡേറ്റ് ആയി വരാനുണ്ട്. അതിനുശേഷം വീണ്ടും ഹോം പേജിലെ ലിങ്ക് ആധാർ ഓപ്ഷനിലേക്ക് പോകുക. പാനും ആധാറും കൊടുത്ത് വാലിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. കണ്ടിന്യൂ കൊടുക്കുക. ആധാറിലുള്ള പോലെ പേരും മൊബൈൽ നമ്പറും കൊടുക്കുക. വരുന്ന OTP വെച്ച് വെരിഫൈ ചെയ്യുക. കഴിഞ്ഞു. സിമ്പിളല്ലേ? പക്ഷേ ഈ ഘട്ടത്തിൽ ചിലർക്കൊരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പാനിലെയും ആധാറിലെയും ഡീറ്റെയിൽസ് മാച്ച് ആവുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പാൻ കാർഡിലെ പേരിന്റെ സ്പെല്ലിങ്ങും ആധാർ കാർഡിലെ സ്പെല്ലിങ്ങും ഒന്നാണോ? ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റാണോ? ചെറിയൊരു ഇനീഷ്യലിന്റെ വ്യത്യാസം മതി ചിലപ്പോൾ ലിങ്കിംഗ് ഫെയിലാവാൻ. ദേ, ഈ കാണുന്നത് പോലെ തന്നെ പാനിൽ അരുൺ കുമാറെന്നും ആധാറിൽ വെറും അരുൺ കെ എന്നോ ആണെങ്കിൽ പോലും സിസ്റ്റത്തിന് ഇത് രണ്ടും ഒരാളാണെന്ന് മനസ്സിലാവില്ല.
അങ്ങനെയുള്ള ചെറിയ പൊരുത്തക്കേടുകൾ വരെ ഈ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യാം. അപ്പോ ഇതിനെന്താ ഒരു പരിഹാരം? എപ്പോഴും ഓർക്കുക, പാനിലെ ഡീറ്റെയിൽസ് മാറ്റുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ആധാറിലെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതും ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. അപ്പോ ആദ്യം ആധാറിലെ വിവരങ്ങൾ പാനിലുള്ളതുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ശരി, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അവസാനമായി നിങ്ങൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ലിങ്കിംഗ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് മാറാൻ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ 48 മണിക്കൂർ വരെ എടുത്തേക്കാം. അതുകൊണ്ട് അപേക്ഷ കൊടുത്തിട്ട് ഉടനെ തന്നെ സ്റ്റാറ്റസ് മാറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഈ ഡെഡ്ലൈനിന്റെയും ഫൈനിന്റെയും ഒക്കെ കാര്യം നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാമോ? ചിലപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ വിവരം ഇപ്പൊ തന്നെ അവരുമായി ഷെയർ ചെയ്യുക. അവരെയും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുക.